ഹായ് മക്കൾസ്, വെൽക്കം ടു എജുപോട്ട്. നിങ്ങൾക്ക് ഒരു 30 മാർക്കിൻ്റെ മേലേക്ക് എങ്ങനെയെങ്കിലും വാങ്ങണോ, അല്ലെങ്കിൽ സാർ ഒരു 30 മാർക്ക് ഒപ്പിക്കാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നുള്ളത് നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പിടിച്ചു, ഇത് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു 30+ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നോക്കാം ഏതാണ്. അതായത് ചാപ്റ്റർ 7 ഫെഡറലിസം എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് 3 ലിസ്റ്റുകളുണ്ട്. അതായത് അധികാര വിഭജനം, നമ്മളെന്താ പറയുന്നത്, ആ വിഭജനങ്ങൾ, ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയും. 3 ലിസ്റ്റുകൾ പഠിച്ചു വെക്കണം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദിക്കാൻ? ഒരു ടേബിൾ വന്നിട്ടുണ്ടാവും. ആ ടേബിളിൽ നിങ്ങൾക്ക് എന്തായിരിക്കും 3 ഉണ്ടാവും. എന്നിട്ട് കുറച്ച് എക്സാമ്പിൾ ഇവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ കുറച്ച് എക്സാമ്പിളുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ യൂണിയൻ ലിസ്റ്റ്, ഇവിടെ സ്റ്റേറ്റ് ലിസ്റ്റ്, ഇവിടെ കൺകറന്റ് ലിസ്റ്റ്. ഇത് 3 ടേബിൾ ഇവിടെ താഴെ തന്നിട്ടുള്ള എക്സാമ്പിളുകൾ ഇതാണ് ഷുവർ ആയിട്ട് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് യൂണിയൻ ലിസ്റ്റിൻ്റെ ആ എക്സാമ്പിളും പഠിച്ചു വെക്കുക, കൺകറന്റ് ലിസ്റ്റിൻ്റെയും പഠിച്ചു വെക്കുക, സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെയും പഠിച്ചു വെക്കുക. ഷുവറാണ് മക്കളെ. അപ്പോൾ ഒരു 3 മാർക്ക് 4 മാർക്ക് അവിടെ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ഇനി നമുക്ക് ലോക്കൽ ഗവൺമെൻറ്, അതായത് തദ്ദേശ സ്ഥാപനങ്ങളില്ലേ, നമ്മുടെ പ്രാദേശിക ഗവൺമെൻറ്, അവിടുന്ന് ഒരു എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഏതാണ് എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 73-74 ഭരണഘടനാ ഭേദഗതി, 73-74 അമെൻമെൻറ്റിനെ പറ്റി പഠിക്കുക. കാരണം 73 എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെതും 74 എന്ന് പറഞ്ഞാൽ അർബൻ നഗര പഞ്ചായത്തിൻ്റെ കാര്യങ്ങളാണ്. ആ 3 ടയർ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളും പിന്നെ റിസർവേഷൻ കൊണ്ടുവന്നതും, സ്ത്രീകൾക്ക് റിസർവേഷൻ, പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടിയ കാര്യങ്ങൾ, ഇതൊക്കെ എഴുതി ഒരു 8ഓളം പോയിന്റുകൾ ഇത് രണ്ടിൻ്റെ ഉണ്ട്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കിട്ടും ഒരു 6 മാർക്കെങ്കിലും മിനിമം ഉണ്ടായിരിക്കും. കാരണം അത്ര മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ചാപ്റ്റർ 9 വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെൻറ്റ്. അതിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഭരണഘടനാ ഭേദഗതി അമെൻമെൻറ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ 3 ഉണ്ട്. ഭരണഘടനാ ഭേദഗതികൾ അമെൻമെൻറ്റ് ചെയ്യാനുള്ള 3 നടപടിക്രമങ്ങൾ. അതായത് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നുണ്ട്. പിന്നെ ബോത്ത് ഹൗസസിൻ്റെ എന്ത് കിട്ടണം, അനുമതി കിട്ടണം. അതായത് രാജ്യസഭയുടെ, ലോകസഭയുടെ, പിന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് നമ്മുടെ MLA പകുതിയിൽ കുറയാത്ത MLA വോട്ട് കിട്ടണം. അങ്ങനെ 3 മെത്തേഡുകളുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ വരുത്താൻ, ഭരണഘടനാ ഭേദഗതികൾ വരുത്താൻ പറ്റിയത്. അതും പഠിച്ചോളൂ, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഫിലോസഫിയാണ്. ഫിലോസഫി എന്നുള്ള ചാപ്റ്ററിലാണ്. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തത്വങ്ങൾ ഏതൊക്കെയാണ്, ഫിലോസഫി ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഏതൊക്കെയായിരുന്നു പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. പ്രധാനപ്പെട്ടപ്പോൾ എന്തൊക്കെ പറയാം നമുക്ക്? സ്വാഭാവികമായിട്ട് നമ്മുടെ ഇത് പറയാം, ഏതായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഇൻഡിവിജ്വലിസം പറയണം. പിന്നെ അതുപോലത്തെ വ്യക്തി സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വൽ ഫ്രീഡം, സെക്കുലറിസം പറയാം, പിന്നെ ഫെഡറലിസം പറയാം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ എന്ത് പറയാം. ഇനി ചാപ്റ്റർ 11 പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ. പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ, അതിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ആ തിയറീസ് എന്തിനു വേണ്ടിയിട്ടാണ് പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നത് നോക്കാം. ഇനി നേരെ സിറ്റിസൺഷിപ്പ്, പൗരത്വത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന്, പൗരത്വം കിട്ടാനുള്ള, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ചിരകാലാധിവാസം, പിന്നെ രജിസ്ട്രേഷനിലൂടെ കിട്ടും, ജനനത്തിലൂടെ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കണ്ടോ, ജനന പൗരത്വം, പിന്തുടർച്ച പൗരത്വം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുക, ചിലതിൻ്റെ നോട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ്, സാർവത്രിക പൗരത്വം എന്താണ്? അതൊരു പ്രോബ്ലംസ് ഓഫ് റെഫ്യൂജീസ്, അഭയാർത്ഥി പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഗ്ലോബൽ, അതായത് ആഗോള പൗരത്വം എന്താണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. ഇനി നാഷണാലിസത്തിലേക്ക് പോകുമ്പോൾ എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി നാഷണാലിസം. നാഷണാലിസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ടെറിറ്ററി പറയാം, ഹിസ്റ്ററി, ടെറിറ്ററി പ്രദേശം, പിന്നെ കോമൺ ബിലീഫ്, പങ്കിട്ട വിശ്വാസം, കോമൺ പൊളിറ്റിക്കൽ ഐഡിയാസ്, രാഷ്ട്രീയ ആശയങ്ങൾ, കോമൺ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി, പൊതു രാഷ്ട്രീയ സത്വം. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇതാണ് രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ദേശീയതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെയാണിത്. ഇനി സെക്കുലറിസം, മതേതരത്വത്തിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഒന്ന്, ഇന്ത്യൻ മതേതരത്വവും അതുപോലെ തന്നെ പാശ്ചാത്യ മതേതരത്വവും തമ്മിലുള്ള വെസ്റ്റേണും ഇന്ത്യൻ മോഡലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു വെച്ചോ. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയും, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇന്ത്യൻ മോഡൽസ് ഓഫ് സെക്കുലറിസം, വെസ്റ്റേൺ മോഡലാണ് പറയുന്നത്. വെസ്റ്റേൺ മോഡൽ എപ്പോഴായിരിക്കും രാജ്യത്വവും മതവും തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കും, അവരൊരിക്കലും പരസ്പരം ഇടപെടുക. പക്ഷേ ഇന്ത്യൻ മോഡൽ മതേതരത്വമാണെങ്കിൽ രാഷ്ട്രവും മതം എന്തായിരിക്കും, ഒരൊറ്റ കൈയായിട്ട് ഇങ്ങനെ പോണ പോലെയാണ്. എന്ത് ചെയ്യുക, ബാക്കിയൊക്കെ വായിച്ചു നോക്കട്ടോ. ഇനി എക്സ്പ്ലെയിൻ ദി മേജർ ക്രിറ്റിസിസം ഇന്ത്യൻ മോഡൽ, അതായത് ഇന്ത്യൻ മതേതരത്വത്തിനോടുള്ള ക്രിറ്റിസിസം, അതായത് വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ആ വിമർശനങ്ങളാണ് ഇതൊക്കെ പറഞ്ഞത്. ആൻറ്റി റിലീജിയസ് ആണ്, വെസ്റ്റേൺ ഇമ്പാക്റ്റ് ആണ്, ഇൻ്റർവെൻഷനിസ്റ്റ്, വോട്ട് ബാങ്ക് പോളിസി, മൈനോറിറ്റി കാര്യങ്ങൾ പറയാം. ഇനി പീസ്, സമാധാനം എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്ട്രക്ചറൽ വയലൻസ്, ഘടനാപരമായ ഹിംസം ഏതൊക്കെയായിരുന്നു? അത് കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, അതായത് ജാതി വ്യവസ്ഥയിലൂടെ വരും, പാട്രിയാർക്കി, പുരുഷാധിപത്യം, കൊളോണിയലിസം, കോളനിവൽക്കരണം, റേസിസം, വംശീയത, കമ്മ്യൂണലിസം, വർഗീയത. ഇനി ലാസ്റ്റ് ചാപ്റ്റർ ഡെവലപ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ നമ്മുടെ സോഷ്യൽ കോസ്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ സാമൂഹിക ചെലവുകൾ എന്തൊക്കെയാണ്, അവിടെ ജീവനോപാധി നഷ്ടപ്പെടും, പിന്നെ അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് നഷ്ടപ്പെടും, ട്രഡീഷണൽ സ്കില്ലൊക്കെ നഷ്ടപ്പെടും. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ എൻവിയോൺമെൻറ്റൽ കോസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക. കൂടുതലും ചോദിക്കുക സോഷ്യൽ കോസ്റ്റാണ്, പക്ഷേ എൻവിയോൺമെൻറ്റൽ കൂടി പഠിച്ചു പോയാൽ ആ ചാപ്റ്ററും സെറ്റായിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിലേക്ക് എന്ത് ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി. ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യണം. ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് SP_സഹദി എന്നുള്ള SP-യിൽ ഒരു അടിവര പിന്നെ സഹദി എന്നുള്ള കേട്ടോ. ഇതിലേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്തോളൂ, അല്ലെങ്കിൽ മെൻഷൻ അല്ല, ധൈര്യമായിട്ട് മെസ്സേജ് ചെയ്തോളൂ. ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഇന്നത്തെ ദിവസം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, എക്സാം എഴുതുക, അടിപൊളിയാക്കുക, ഷാറാക്കിയിട്ട് തന്നെ എക്സാം ചെയ്താൽ ഒരു ഭയം വേണ്ട. ഇന്നത്തെ ലൈവിലും വരുന്ന ഇതൊക്കെ നമ്മൾ എന്തായിരിക്കും അവിടെയും ഡിസ്കസ് ചെയ്യും. അപ്പോൾ എങ്ങനെ, ഓൾ ദ ബെസ്റ്റ്, ഓൾവേസ് ബി ഹാപ്പി, ബൈ ബൈ.